Good morning guys. എല്ലാവർക്കും jjtalks-ലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്താ ഞായറാഴ്ച ഇവിടെ വ്ലോഗ് എടുക്കുന്നത്? നമ്മളുണ്ട് നമ്മുടെ ചീഫ് കുക്ക് ജിബി റേച്ചൽ ജോയ്. ഏതാണ്ട് ഉണ്ടാക്കുന്നത് എന്തോ സംഭവം എന്തോ ഉണ്ടാക്കുന്നുണ്ടോ? പയറുകറി. ദൈവത്തിനറിയാം ഇതെന്താ സാധനം എന്ന്. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക പയറുകറി. നോക്കാം. ദൈവത്തിനറിയാം ഇങ്ങനെയുണ്ട്. ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിന്റെ റിവ്യൂ പറയാം. ഇതൊക്കെ പഴയ ജോക്കാ. എന്റെ പൊന്നെ, ഇതൊക്കെ കേട്ട് ആൾക്കാര് മടുത്തിരിക്കും. ഇങ്ങനത്തെ ഓൾഡ് ജോക്സ്. ഗൈസ്, ഈ ജോക്ക് ആയിട്ട് ബോർ അടിക്കുകയാണെങ്കിൽ കമന്റ് പറയൂ. പഴയ ജോക്ക് ആണോ അല്ലയോ? മഞ്ഞക്കറി. ഇനി ഞാൻ ജിബിമോളുടെ ഒരു പ്രത്യേക റിക്വസ്റ്റ് മാനിച്ച് റിക്വസ്റ്റ് മാനിച്ച് ഇവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ വേണം. That is nothing other than നാരങ്ങ അച്ചാർ. ഇതാണ് നാരങ്ങ അച്ചാർ. ഓക്കെ, ഈ നാരങ്ങ അച്ചാർ ഇപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ വെച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇങ്ങനെ കഴിപ്പിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ നാരങ്ങ അച്ചാർ ഉണ്ടാക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ മേക്കിംഗ് ഡിലീഷ്യസ് and easy lemon pickle. Delicious ആണെന്ന് ആദ്യം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നാരങ്ങ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നാരങ്ങ ഉണ്ട്, വെളുത്തുള്ളി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് വേണ്ടത്? മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നാരങ്ങ, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ഹാഫായിട്ട് ചെറിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുറിക്കാൻ പറ്റും. സൈസ് ചെറുത് വേണമെങ്കിൽ ചെറുത്, വലുത് വേണമെങ്കിൽ. എങ്ങനെ വെള്ളം മുറിക്കുന്നത്? ഇത് ഏത് ഷേപ്പാണെന്ന് ആർക്കും അറിയത്തില്ലല്ലേ. ജ്യൂസ് വേസ്റ്റ് ചെയ്ത് നോക്കുക ഗൈസ്. വേസ്റ്റ് ചെയ്യാതെ നോക്കുക മതി. ഓക്കെ, ഇനി ഇതെല്ലാം മുറിച്ചിട്ട് അടുത്ത വീഡിയോ വരാം കേട്ടോ. ചതയ്ക്കാൻ പോവുകയാണ്. നല്ലപോലെ ചതച്ച്. കിച്ചണൊന്നും ക്ലീൻ അല്ല ഗായ്സ്, നമ്മളൊന്നും കാണിക്കുന്നില്ല കേട്ടോ. എല്ലാം കവർ ചെയ്താണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്നത്. ഇതിനെ കണ്ടാൽ തോന്നില്ലേ? അങ്ങനെ പറയുമ്പോഴെല്ലാവരും ചുറ്റും നോക്കും. അത്രയും നേരം നോക്കത്തില്ലായിരിക്കും, പക്ഷെ ഇപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഉറപ്പായിട്ട് നോക്കിയാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങനെ ചതച്ചത് വെച്ചാൽ ഒരു പരുവായി. അത് ഇത്ര മതിയോ? ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളൊരു ചെറിയത് എണ്ണ ചൂടാക്കുക. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല നാട്ടിലെ വെള്ളം ഇതാണോ? ഇത് സൺഫ്ലവർ ഇത് വെളിച്ചെണ്ണ. അത് ആവശ്യത്തിന് അത്രയും ഒഴിക്കുക. കുറച്ച് ഒഴിക്കണം, നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത്രയും വെളിച്ചെണ്ണ വേണ്ട, പിന്നെ ഇത്രയൊക്കെ മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ എന്ത് വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ ഉപ്പ് കൊണ്ടുവന്നിട്ട് പറയാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് എണ്ണ തിളപ്പിക്കുക. എണ്ണ തിളപ്പിച്ച് ഒരു ഇതായി കഴിയുമ്പോൾ കടുകിടുക. കടുക് അസാഫെറ്റീഡ എന്താ മലയാളത്തിൽ പറഞ്ഞ? ദൈവമേ, ആരും കേൾക്കാത്ത ഇംഗ്ലീഷൊക്കെ ആയിട്ട് വന്നേക്കുവാ. കായത്തിനാണോ പറയുന്നത്? പിന്നെ നമ്മള് ലെമൺ, പിന്നെ ഉപ്പിടുക. 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അത് ഇത് ചെയ്യുക. മിക്കവാറും കമന്റ് ബോക്സ് വരുമോ ഒരു ഇംഗ്ലീഷുകാരൻ. അല്ല, ഇംഗ്ലീഷിനെ കുറിച്ച് പറയുമ്പോഴാണ് ഐ ഫീൽ ഇംഗ്ലീഷ് ഇസ് ദി മോസ്റ്റ് റിക്വയർഡ് ലാംഗ്വേജ് റൈറ്റ് നൗ ഇൻ ടുഡേസ് ഇൻഡസ്ട്രി. എല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുക. പിന്നെ ചില്ലി പൗഡർ ചെയ്യുക, മിക്സ് വെൽ. അത് കഴിഞ്ഞ് പിന്നെ ഒരു പൊടിയുടെ ഒരു ഐറ്റം ഉണ്ട്, ഫെനുഗ്രീക്ക് സീഡ്. നമ്മുടെ ഫെനുഗ്രീക്ക് എന്തോ ഉലുവപ്പൊടി, ഉലുവയും കടുകും കൂടെ റോസ്റ്റ് ചെയ്ത് അതൊരു മിക്സ് അടിക്കുക. ഇതിനോട് മിക്സ് ചെയ്യുക. വറുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യണം. നാരങ്ങ അച്ചാർ. ഓക്കെ, കുറച്ച് ഇത് വേണ്ട, വെള്ളം ഒത്തിരി എണ്ണ വേണ്ട. എണ്ണ ഒത്തിരി പൊട്ടുന്നേ വരുന്നല്ലോ.
എൻ്റെ പയറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാവ്, സൂപ്പർ. നമുക്ക് നിർത്താം. 15 മിനിറ്റ് വേവിച്ചു. യെസ്, റെഡി. മതി മതി മതി, ആ ചാച്ചൊക്കെ മതി, കുറച്ച് മതി. ഉണ്ടോ? ഇതാണ് ആമ്പിള്ളേരെ കയറ്റിയുള്ള കുഴപ്പം. പാത്രം നന്നായിട്ട് ചൂടാവാതെ ആണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഗുളുഗുളു വരുന്നത് കേട്ടോ. അപ്പൊ അറിയാം, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പാത്രം ചൂടാവാതെ വെളിച്ചെണ്ണ ഒഴിക്കരുതെന്ന്. അതിനകത്ത് വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിനകത്താണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേക്കുന്നത്. വെള്ളം വറ്റാതെ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. ഓക്കെ, ഇനി കടുകിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ ടീച്ചർമാരെ പോലെ ആയിപ്പോയല്ലോ. എന്തൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് എന്താ അത് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയാമോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. അതുപോലെയാണല്ലോ പറയുന്നത്. ഇനി നനഞ്ഞ സ്പൂൺ എടുത്തിട്ടാൽ എന്ത് പറ്റും? അതെല്ലാം കൂടെ പൊട്ടിത്തെറിക്കും. തുടയ്ക്കണം. നീ കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് വേറെന്ത് വിടാവും? പൊട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ കിടക്കത്തുള്ളൂ, പിന്നെ പൊട്ടത്തില്ല. അപ്പം ഇത് വീഴുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ ഒരു പരിപാടി നോക്കാം. നമ്മുടെ ഇത് സംഭവം ചൂടാക്കാം. ഈ സാധനം എടുത്ത് എന്റെ പയറുകറിക്ക് എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ കടായി സാധനം എടുക്കാം. ഇത് ഇതിനാണ് ഈ സംഭവം. എടുത്തോ, കടുകൊക്കെ പൊട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് എല്ലാം കൂടെ ഇപ്പൊ പൊട്ടിത്തെറിക്കും. എനിക്ക് പേടിയാണ്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ വേണ്ടേ? അതുകൂടെ കിട്ടാൻ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും ഉള്ളിയും നമ്മൾ തളിച്ച് നോക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കല. ഇളക്കി കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിലല്ലേ കൈത്തുണി പിടിച്ചോണ്ട്. കൈത്തുണിയോ? കയ്യിൽ നമ്മുടെ നാട്ടിൽ പറയും കൈക്കല തുണിയെന്ന്. കൈക്കല തുണി അടിച്ചോണ്ട് നമ്മൾ ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി എന്താ വേണ്ടത്? അസാഫെറ്റീഡ് എടുക്കുക. അസാഫെറ്റീഡോ? എന്ത്? അസാഫെറ്റീഡ് ഇപ്പോഴാണോ? കായ എന്തിനാ ഇടുന്നതെന്ന് അറിയാമോ? നന്നായിട്ട് വേവാൻ പെട്ടെന്ന്. പിന്നെ എൻ്റെ ഒരു ടേസ്റ്റും കാണും. നന്നായിട്ട് ഇട്ടോളൂ. അയ്യോ എൻ്റെ ദൈവമേ, കായ ഇവിടെ തിന്നു നോക്കുന്നു. ആരെങ്കിലും ചെയ്യോ? നേരത്തെ അറിഞ്ഞിട്ടില്ലല്ലേ? ആദ്യമായിട്ടല്ലേ കായം കഴിക്കുന്നേ? ഒരു അര ഇട്ടില്ലേ? മതി. ദൈവമേ, ഏറ്റവും അവസാനം എന്താവുന്നത്? ഇളക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് ഉപ്പിടുന്നത്? നിങ്ങൾക്ക് എങ്ങനെ എത്ര ഉപ്പ് വേണ്ടതെന്ന് വെച്ചാൽ ഇടുക. മതി മതി മതി. കുറച്ച് എക്സ്ട്രാ ഉണ്ട്. എന്തിനാ? ലെമൺ പിക്കിൾ എന്ന് പറയുമ്പോൾ സോൾട്ടഡ് ഒന്നുമല്ലേ? മതി മതി മതി. നമുക്ക് ലാസ്റ്റ് നോക്കാം, വേണമെങ്കിൽ ഇട്ടാൽ മതി.
നല്ലതായിട്ട് അങ്ങോട്ട് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ചില്ലി പൗഡർ, മുളക് പൊടി, പിന്നെ ഈ ഫെനുഗ്രീക്ക് സീഡിൻ്റെ ഒരു സംഭവം അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ട് വേവട്ടെ. ഒരു 2 സ്പൂണ് ഫെനുഗ്രീക്ക് ഇട്ടിട്ടുണ്ട്. ഉലുവ, നമ്മുടെ നാട്ടിലെ ഉലുവപ്പൊടി 2 മിനിറ്റ്. ഉലുവപ്പൊടിയല്ല, ഉലുവ. ഇനി അത് മിക്സിയിലിട്ട് പൊടിക്കും. കടുകും ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് എടുക്കുക. ഓക്കെ, കടുക് റോസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇടാൻ കിട്ടാം 1 സ്പൂൺ മുളക് പൊടി ഇടണം. ഇത് മതിയോ? ഇതില്ല, ഇനി വേണം 1 സ്പൂൺ മുളക് പൊടി ഇടണം. എന്നിട്ട് ഇത് പെട്ടെന്ന് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ മണം പോയി കഴിഞ്ഞാലേ കൊള്ളത്തില്ല. അടച്ചു വെച്ചു. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ പൊടിയും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൊടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ടാൽ മതി. ഇത് ഓൾമോസ്റ്റ് 70% റെഡിയാണെന്ന് വേണം പറയാം. അല്ലേ ചുമ്മാ എന്താ പറയുന്നത്? ഇതൊന്നും പറയാതെ ഏറ്റവും അവസാനം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവം. നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. ഇത് റെഡിയാക്കി വെച്ച ആ പൊടിയും ഇതിനോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോക്കാം എന്തുമായി തീരുമെന്ന്. നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതാണ് നാരങ്ങ അച്ചാർ. എങ്ങനെയുണ്ട്? ടേസ്റ്റ് വരാം. ഓക്കെ, ചേഴ്സ്.